തമിഴ് നടനും DMDK സ്ഥാപക നേതാവുമായ വിജയകാന്ത് അന്തരിച്ചു. അസുഖബാധിതനായി ചികിത്സയിലിരിക്കെ കോവിഡും സ്ഥിരീകരിച്ചിരുന്നു. 71 വയസ്സായിരുന്നു. 2 തവണ തമിഴ്നാട് നിയമസഭാംഗമായിരുന്നു. മഹേഷ് പോലൂർ വിവരങ്ങൾ നൽകും. മഹേഷ്, തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുരട്ചി കലിംഗർ എന്നറിയപ്പെടുന്ന, അതായത് വിപ്ലവ കലാകാരൻ എന്നറിയപ്പെട്ടിരുന്ന ഒരു നേതാവായിരുന്നു വിജയകാന്ത്. ഏറെ നാളായി അദ്ദേഹം അസുഖബാധിതനായിരുന്നു. എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം? തമിഴ്നാട് രാഷ്ട്രീയത്തിലുണ്ടാക്കുന്ന പ്രതിഫലനങ്ങൾ എന്തൊക്കെയാണ്? കലൈജർ എന്ന പേരിൽ രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ ക്യാപ്റ്റൻ എന്നുള്ള പേരിൽ തമിഴ് സിനിമയിലുമൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതം വളരെ കൃത്യമായി ആടിത്തീർത്ത ഒരു കലാകാരൻ, ഒരു രാഷ്ട്രീയക്കാരൻ എന്ന് വേണമെങ്കിൽ വിജയകാന്തിനെ വിശേഷിപ്പിക്കാം. ഇന്ന് പുലർച്ചെയോടെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. ഇന്ന് രാവിലെയോടെയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സ്ഥിരീകരിച്ചത്. ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു. ജിൽസി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. ശാരീരിക അവശതകളെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ ആഴ്ചയിലും അദ്ദേഹം ആശുപത്രിയിലായിരുന്നു. ആശുപത്രി വിട്ട ശേഷം അദ്ദേഹം വീട്ടിലെത്തിയിരുന്നു. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യനില ഗുരുതരമായതിനെ തുടർന്ന് പരിശോധനയിൽ അദ്ദേഹത്തിന് കോവിഡും സ്ഥിരീകരിച്ചു. ഇന്ന് രാവിലെയോടെ അദ്ദേഹത്തിന്റെ വിയോഗവും ആശുപത്രി അധികൃതർ അറിയിച്ചു എന്നുള്ളതാണ്. 70കളിലും 80കളിലും പ്രത്യേകിച്ച് 1970കളിലാണ് 79ലാണ് അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയിലേക്ക് അദ്ദേഹം കടന്നു വരുന്നത്. 80കളിൽ ഒരുപക്ഷെ തമിഴ് സിനിമ അടക്കി വാണ ഒരു കലാകാരനാണ്. വിപ്ലവ നായകൻ എന്നൊക്കെ പറയാവുന്ന, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ, അദ്ദേഹം ആടിത്തകർത്ത അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ തമിഴ് സിനിമയിൽ, തമിഴ് ജനതയ്ക്കുള്ളിൽ വലിയ വികാരം സൃഷ്ടിച്ച ഒരു നായക നടൻ കൂടിയായിരുന്നു. 79ൽ എനിക്കും ഇളമൈ എന്ന ചിത്രത്തിലൂടെ ആണ് അദ്ദേഹം വരുന്നത്. ആ ചിത്രത്തിൽ അദ്ദേഹം വില്ലനായിരുന്നു. 81ൽ പുറത്തിറങ്ങിയ സട്ടം ഒരു ഇരുട്ടറൈ എന്ന ചിത്രം, ആ ചിത്രമാണ് അദ്ദേഹത്തെ തമിഴ്നാട് ഏറ്റെടുക്കുന്നത്. ആ സിനിമയിൽ നായകനായി എത്തിയതോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ വാണിജ്യ മൂല്യം ഉയരുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം ചുവപ്പുമല്ലി, ജാതിക്കൊരു നീതി തുടങ്ങിയ ചിത്രങ്ങൾ, ആ 2 ചിത്രങ്ങളാണ് അദ്ദേഹത്തിന് ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ, അനീതികൾക്കെതിരെ ഒരു സാധാരണ ഒരു തമിഴ് യുവാവ് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് വന്നത്. അതാണ് പിന്നീട് അദ്ദേഹത്തിന് ഒരു നായക കഥാപാത്രത്തിലെ ഒരു നായകനായി തമിഴ്നാട് അദ്ദേഹത്തെ ഏറ്റെടുക്കുന്നത്. മഹേഷ്, അതായത് അദ്ദേഹത്തിന്റെ സിനിമകളെ പറ്റി കൂടെ പറയുമ്പോൾ അദ്ദേഹം അഭിനയിച്ച സിനിമകൾ, അതായത് തുടക്കകാലത്ത് അദ്ദേഹം ചെയ്തിരുന്ന ഗ്രാമത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ ചെയ്യുന്ന സിനിമകൾ, അതിൽ വളരെ സത്യസന്ധതയുള്ള നന്മ ചെയ്യുന്ന നായകനായുള്ള സിനിമകൾ, ഒരുപക്ഷെ ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഒരു പ്രതിച്ഛായ, ആ സമയത്ത് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ കൂടി ഉയർത്തിയിരുന്നു. തീർച്ചയായും. മാത്രമല്ല പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ആക്ഷൻ രംഗങ്ങളാണെങ്കിൽ പോലും, പ്രണയമാണെങ്കിൽ പോലും, സിനിമയ്ക്കകത്തുള്ള വൈകാരിക രംഗങ്ങളും ഒക്കെ ആണെങ്കിൽ പോലും അദ്ദേഹം അഭിനയിച്ചിരിക്കുന്ന ഒരു രീതി, അത് തമിഴ് ജനതയെ വല്ലാതെ, അവർക്ക് ഇടയിലുള്ള ഒരാൾ എങ്ങനെയാണോ അങ്ങനെ ഒരു സാധാരണ മനുഷ്യൻ അവിടെ നടക്കുന്ന അനീതികൾക്കെതിരെ പോരാടുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ്, ഞങ്ങൾക്കിടയിലുള്ള ഒരാൾ എന്നുള്ള രീതിയിലാണ് തമിഴ് ജനത അദ്ദേഹത്തെ ഏറ്റെടുത്തത്. പ്രത്യേകിച്ച് 100ാമത് വാൾ, വൈദേഹി, കാത്തിരുന്ന നാൾ തുടങ്ങിയ ചിത്രങ്ങൾ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായിരുന്നു അത് എന്നുള്ളതാണ്. 1984 ഒരു കണക്ക് മാത്രം എടുത്തു നോക്കിയാൽ നമുക്കറിയാം, 18 സിനിമകളാണ് അന്ന് അദ്ദേഹത്തിന്റെ, 84 മാത്രം 18 സിനിമകളാണ് അദ്ദേഹത്തിൻ്റെതായി ഇറങ്ങിയിരിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ പേര് മാറ്റിമറച്ച മറ്റൊരു ചിത്രം ക്യാപ്റ്റൻ പ്രഭാകർ ആണ്. അതുപോലെ തന്നെ ക്യാപ്റ്റൻ പ്രഭാകറിലെ ആ ക്യാപ്റ്റൻ എന്നുള്ള പേര് തന്നെ പിന്നീട് അദ്ദേഹത്തിന്റെ പേരിനൊപ്പം ക്യാപ്റ്റൻ വിജയകാന്ത് എന്നുള്ള രീതിയിലേക്ക്, നായകൻ വിജയകാന്ത് എന്നുള്ള രീതിയിലേക്ക്, ഇത് ഞങ്ങളുടെ നായകനാണ് എന്നുള്ള രീതിയിലേക്ക് തമിഴ് ജനത അദ്ദേഹത്തിന് ചാർത്തി കൊടുക്കുന്നത് നമ്മൾ കണ്ടു. ചിന്നകൗണ്ടർ സേതുപതി IPS പോലുള്ള അദ്ദേഹത്തിന്റെ വളരെ വിഖ്യാതമായ ചിത്രങ്ങൾ, തമിഴ്നാട് നിറഞ്ഞാടിയ ചിത്രങ്ങൾ, അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഇപ്പോഴും ഇരമ്പി നിൽക്കുന്ന ഈ സമയത്ത് പോലും തമിഴ് ജനത അത് ഓർക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് വാനത്തെ പോലെ, രമണ തുടങ്ങിയ ചിത്രങ്ങളുണ്ട്. അങ്ങനെ അദ്ദേഹം കഴിഞ്ഞ ഒരു 3 പതിറ്റാണ്ട് 4 പതിറ്റാണ്ടായി തമിഴ്നാട്ടിലെ സിനിമാ വ്യവസായത്തിൽ, ഇപ്പം രജനീകാന്തിനെ പോലെ വലിയൊരു കലാകാരൻ നിൽക്കുന്ന സമയത്ത് പോലും വിജയകാന്തിന്റെ പേരിനും ഒരു അദ്ദേഹത്തിനൊപ്പം തന്നെ നിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. പ്രഭു, വിജയകാന്ത് തുടങ്ങിയ താരങ്ങൾ പരസ്പരം മത്സരിച്ച് അഭിനയിച്ച കാലഘട്ടങ്ങളിലൊക്കെ വിജയകാന്തിനോട് ഒരു പ്രത്യേക അടുപ്പം തമിഴ് ജനതയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിയോഗം ഇത്രമേൽ തമിഴ് ജനതയെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കേരളത്തിൽ ഉൾപ്പെടെയുള്ള ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമം ഉണ്ടാക്കുന്നത്. സിനിമയിൽ മാത്രമായിരുന്നില്ല ജിൽസി, അതായത് സിനിമയിൽ അദ്ദേഹം ഈ അനീതികൾക്കെതിരെ അല്ലെങ്കിൽ നാട്ടിൽ നടക്കുന്ന പ്രയാസങ്ങൾക്കെതിരെയൊക്കെ ആഞ്ഞടിക്കും, അഴിമതിക്കും അക്രമത്തിനുമെതിരെയൊക്കെ ആഞ്ഞടിക്കുന്ന കഥാപാത്രങ്ങൾ, വീരനായക വേഷങ്ങളിലേക്കൊക്കെ അദ്ദേഹം കടന്നു വരുമ്പോൾ തന്നെ അദ്ദേഹം തിരിച്ച് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് നമ്മൾ കണ്ടതാണ്.
2005 സെപ്റ്റംബറിലാണ് അദ്ദേഹം ദേശീയ മുർപോക്ക് ദ്രാവിഡ കഴകം എന്ന് പറയുന്ന DMDK പാർട്ടി രൂപീകരിക്കുന്നത്. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 234 സീറ്റിലും മത്സരിച്ചു ആ പാർട്ടി. അദ്ദേഹത്തിന്റെ DMDK മത്സരിച്ചു. പക്ഷേ അന്ന് വിജയകാന്ത് മാത്രമാണ് അന്നത്തെ ആ മത്സരത്തിൽ ജയിച്ചു കയറിയത്. പക്ഷേ 2011 എത്തിയപ്പോൾ അദ്ദേഹം AADMKയുമായി സഖ്യമുണ്ടാക്കി 40 സീറ്റിലാണ് അന്ന് DMK മത്സരിച്ചത്. അതിൽ 29 എണ്ണത്തിൽ അദ്ദേഹം വിജയിച്ചു. 2011 മുതൽ 16 വരെ പ്രതിപക്ഷ നേതാവും ആയിരുന്നു അദ്ദേഹം എന്നുള്ളത് കൂടി ഓർക്കണം. തമിഴ്നാട് രാഷ്ട്രീയത്തിലും അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം എഴുതി വെച്ച ഒരു നേതാവ് കൂടിയാണ്. അത്തരത്തിൽ കൂടി അദ്ദേഹത്തെ ഓർക്കേണ്ടതാണ്. സിനിമാ താരം ഒരു കലാകാരൻ എന്നുള്ളതിനേക്കാൾ ഉപരി വിജയകാന്ത് എന്ന താരത്തെ ഓർത്തെടുക്കേണ്ടത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ തന്റേതായ രീതിയിൽ സ്വന്തം അധ്വാനം കൊണ്ട് ഒരു പാർട്ടി കെട്ടി രൂപപ്പെടുത്തുന്നു, ജനങ്ങളെ ഒപ്പം നിർത്തുന്നു. അതിന് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പേര് അടയാളപ്പെടുത്തുന്നു എന്ന രീതിയിൽ കൂടി അദ്ദേഹത്തെ ഓർക്കേണ്ടതുണ്ട്. 2011 മുതൽ 16 വരെയായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും തിളക്കമുള്ള രാഷ്ട്രീയ ഘട്ടം എന്ന് പറയുന്നത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുമായിട്ട് അദ്ദേഹം സഖ്യമുണ്ടാക്കിയതിൽ അത് പക്ഷേ അദ്ദേഹത്തിന് വലിയ ഗുണം ചെയ്തില്ല എന്നുള്ളതാണ്. വലിയ തിരിച്ചടികൾ അദ്ദേഹത്തിനുണ്ടായി. 14 സീറ്റിലാണ് അന്ന് പാർട്ടി മത്സരിച്ചത്. 14ലും അദ്ദേഹം പരാജയപ്പെട്ടു. ആ പാർട്ടി പരാജയപ്പെട്ടു എന്നുള്ളതാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൈക്കോയുടെ മരുമലർച്ചി ദ്രാവിഡ മുന്നേറ്റ കഴകം CPM മഹേഷ്, ഞാൻ തിരിച്ചു വരാം.